നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇഷയിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി അവിടെ കൊണ്ട് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്യണം. പാർക്കിംഗ് അവിടെയാണ് ഉള്ളത്. നമസ്കാരം, വില്ലേജ് ജോവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സതീഷ് മലപ്പുറമാണ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക, എല്ലാവരും വരുന്നൊരു സ്ഥലമുണ്ട് കോയമ്പത്തൂരിൻ്റെ അടുത്ത്. കോയമ്പത്തൂരിൽ നിന്നൊരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്യണം. പലർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ, അല്ലേ? കണ്ടോ, ഒരുപാട് പേര് വന്നിട്ടുണ്ടാകും ഇവിടെ. ശരി, ഞാൻ ഇനി സസ്പെൻസ് കളയണില്ല. ഇതാണ് കണ്ടോ, ഇഷ ആദിയോഗി യോഗ സെൻ്ററാണ്. ഇതിൻ്റെ ബാക്കിലുണ്ടോ യോഗ സെൻറ്റർ. ഇതിവിടുത്തെ ഒരു എന്താ പറയുക, വന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന്. രാത്രി ഒരു 7:45 ഇവിടെ ലൈറ്റ് ഷോ നടക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം. ഒരുപാട് ഏരിയ കാണാനുണ്ട്, ഇതിന് പുറകിലോട്ടൊക്കെ ഉണ്ട് ഒരുപാട്. ശരി, നമുക്ക് ആദ്യം ഇതിൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു 100-300 മീറ്റർ കൂടി നടന്നു പോകാനുണ്ട്. അവിടെയാണ് യോഗ സെൻ്ററൊക്കെ ഉള്ളത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇന്ന്. ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രയും ജനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണെന്ന്, ഒഴിവ് ദിവസമാണ്. അതുകൊണ്ട് ഉണ്ടോ, ഇവിടെ തന്നെ ഇത്രയും ആൾക്കാരുണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. യോഗ സെൻറ്റർ ഒരുപാട് ഏരിയ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ജനം കൂടുതലാണ് ഇവിടെ നിന്ന്. അതായത് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമാണ്. വന്നത് എല്ലാവർക്കും ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ഉണ്ടോ, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ പ്രവേശിക്കണതിന് പൈസയൊന്നുമില്ല. ഉണ്ടോ, ആളുകൾ വന്നിട്ട് ഇങ്ങനെ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ലൈറ്റ് ഷോ ഒരു ഭയങ്കരമായൊരു അനുഭവമായിരിക്കും കേട്ടോ. ഞാനിതിനു മുമ്പ് വന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒരു എന്താ പറയുക, നേരിട്ട് കാണണോ അത്, അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. ഇവിടെ ടവറുണ്ട്, 2 ടവറുണ്ട്. ഇവിടെ ഒരു ടവറുണ്ട്, ഇവിടെ ഒരു ടവറുണ്ട്. ഈ ടവറിൽ നിന്നാണ് ഇതിൻ്റെ ലൈറ്റ് അടിക്കണത്. പല നാട്ടിൽ നിന്ന് മലയാളീസ്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഉത്തരേന്ത്യ, എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരും ഇവിടെ. നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഉണ്ട്, ഡയറക്റ്റായിട്ട് കാണുമ്പോൾ ഭയങ്കര ഹൈറ്റാണ് ഇതിന്. ഒരുപാട് ജനമുണ്ട് അല്ലേ. ഇഷ്ടംപോലെ ആളുകളാണ് വന്നിരിക്കുന്നത്. എന്തോരം ജനമാണെന്നാ ഇവിടെ. ആളുകളിവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കിനി അടുത്തോട്ട് പോയി നോക്കാം. വാ വാ, നമുക്കിനി അടുത്ത് പോയി നോക്കാം കേട്ടോ. നമുക്ക് അവിടെ കയറാൻ പറ്റും, പക്ഷേ ഇവിടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെക്കണം, എന്നിട്ട് വേണം പോവാൻ. വാ വാ വാ, ഇവിടെ ഊരി വെക്കാം. പിന്നെന്താ ഇവിടെ ക്യാമറ വെക്കണേനെന്താ? വാ വാ, ഇതിലേ വാ വാ വാ, നടക്ക് നടക്ക് നടക്ക്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ പൂജയൊക്കെ നടക്കണ്ടേ അമ്പലത്തില്. ഇങ്ങനെ ഇതിനകത്തോട്ട് കയറി പോവാം. ഇവിടെ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി പോവാം കേട്ടോ. ഒരുപാട് ആളാണ്. എല്ലാവരും ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ, ഒരു തിരക്കുമില്ലാണ്ട് വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. അവിടെ യോഗ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനേക്കാളും കുറച്ച് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അവിടെ ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. അവിടെ എൻ്റെ പൊന്നെ, ഭയങ്കര ഹൈറ്റിലാണിത്. അവിടെ ആളുകളെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത്ര ഉള്ള സംഭവം. നമ്മളൊരു വ്യക്തി ഇത്ര ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ.
നമുക്ക് ഇതിൻ്റെ പുറകിലോട്ട് പോയി നോക്കാം കേട്ടോ. ക്യാമറയിലത് കിട്ടണില്ല കേട്ടോ മുഴുവനും, അത്രയും വലുതാണത്. കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നോക്കാം. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അവിടെ നേരെ അങ്ങോട്ട് നടന്നു ഒരു 300 മീറ്ററിക്കുള്ളൊക്കെ നടക്കാനുണ്ട്. അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോഴാണ് യോഗ സെൻ്റർ ഉള്ളത്. ഇനി അങ്ങോട്ട് പോവാം. അതിനുശേഷം വരുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങാറാവും. അപ്പോൾ 7:30 ആകുമ്പോഴാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് യോഗ സെൻ്റർ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ക്യാമറ ഒന്നും കയറ്റാൻ സമ്മതിക്കില്ല. ക്യാമറ അല്ല, ഒരു സാധനവും കയറ്റാൻ സമ്മതിക്കില്ല. ഫോണോ ക്യാമറയോ വാച്ചോ ഒന്നുമില്ല. ബാഗ് എല്ലാം നമ്മൾ പുറത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത് കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത്രയും ദൂരം, ഒരു 300 മീറ്റർ ദൂരെയാണ് അത് സ്ഥിതി ചെയ്യണത്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കാളവണ്ടിയൊക്കെ ഉണ്ട്. നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാളവണ്ടിക്ക് പോവാം. അതിന് ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആക്കി തരും. ഉണ്ടോ, ഇവിടെയാണ്. ഉണ്ടോ, അമ്പലമുണ്ട് ഇവിടെ, നമ്മുടെ ഈ ശിലയുടെ മുമ്പിൽ തന്നെ. ഇവിടെ പ്രാർത്ഥന നടത്താൻ സൗകര്യമുണ്ട്. ഫാമിലി ആയിട്ടാണോ? അതെ, പിള്ളേരൊക്കെ പോകുന്നുണ്ട് മുന്നിൽ. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. മക്കളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത് കേട്ടോ, കുട്ടികളെ കാണിക്കാൻ വേണ്ടി. അപ്പം അവരിവിടെ കണ്ടിട്ടില്ലല്ലോ. കുറേ ദൂരം നമുക്ക് പുറകിലോട്ട് പോകാനുണ്ട്. എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്ന. പക്ഷെ അവിടെ 1 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം ആ യോഗ സെൻ്ററിനകത്ത് കാണണമെങ്കിൽ. വേഗം പോയിട്ട് വേഗം. ഇപ്പോൾ 6:10 ഒരു 15 മിനിറ്റിക്കുള്ളിൽ നടക്കാനുണ്ട് അങ്ങോട്ട്. നമുക്ക് ഇതിൽ കൂടി അങ്ങനെ അങ്ങോട്ട് നടക്കണം പുറകിലോട്ട്. ഒരു 15 മിനിറ്റ് ഏറ്റവും ചുരുങ്ങി നടക്കാനുണ്ട്. തിരിച്ച് 15 മിനിറ്റ്, അരമണിക്കൂർ. ഇപ്പോൾ ഒരു 1 മണിക്കൂർ പോലും അതിനകത്ത് ചിലവഴിക്കാൻ പറ്റില്ല. എന്നാലും പോയി നോക്കാം. ലൈറ്റ് ഷോയാണ് ഇവിടുത്തെ മെയിൻ. ഈ ലൈറ്റ് ഷോ കാണണം എന്തായാലും. 7:30 ഇതിനു മുമ്പ് ഇവിടെ ലൈറ്റ് ഷോ നടന്നിരുന്നത്. ഇപ്പോൾ സമയം മാറ്റിയോന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഒരു 7:20 ആകുമ്പോൾ നമുക്ക് ഇവിടെ എത്തണം. കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇവിടെ നിന്ന് ഈ വണ്ടി കയറിയാണ് കാളവണ്ടി. ഒരുപാട് കാളവണ്ടികളുണ്ട്. ഈ കാളവണ്ടി കയറി പോകാവുന്നുള്ളൂ. 2 സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിലിരുന്നിട്ട് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ളതാണ്. വേറെ കാളവണ്ടികൾ അവിടെ തിരിച്ചുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ കയറി യാത്ര ചെയ്യാവുന്നുള്ളൂ. ബസ് പോകണ്ട കേട്ടോ. ബസ് ഇതിലല്ല പോകണം. അത് വേറെ ഗ്രാമത്തിലോട്ട് പോകണ ബസ്സാണ്. മെയിൻ റൂട്ടാണ്, ബസ് പോകണ വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ആളുകളും വണ്ടിയും ജനത്തിരക്കാണ് ആകെ. നടക്കാൻ പറ്റാത്തവർക്ക് കാളവണ്ടി കണ്ടോ. കാളകൾ ഇങ്ങനെ ആളുകളെയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ വണ്ടിയിൽ. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. നടന്ന് ക്ഷീണിക്കണവർക്ക് ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നല്ല ചായ കിട്ടും. ഇവിടുത്തെ ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ് ചായ തരണത്. ഒരു തവണ ഉപയോഗിക്കുള്ളൂ, പിന്നെ ആ ഗ്ലാസ് കളയും. ഉണ്ട് ഇവിടെ കേട്ടോ. അത് മസാല ചായ. ഇവിടെ തുടങ്ങി നമുക്കിവിടെ സ്പീക്കർ വെച്ചിട്ടുണ്ടാവും. അവിടെ ഈ ശിവൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുന്ന ആ ഒരു ഇതൊക്കെ കേൾക്കാം. ഇതാണ് സ്പീക്കർ കേട്ടോ. സ്പീക്കറാണിത്. ഈ വഴിയിൽ നിരത്തിനെ വെച്ചിട്ടുണ്ട്. ചെറിയ ശബ്ദത്തിൽ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെറിയ ശബ്ദത്തിലാണ് വെച്ചിരിക്കണത്. നമ്മുടെ പുറകെ കാളവണ്ടി വരുന്നുണ്ട് കേട്ടോ. പോണു കാളവണ്ടി, ആളെയും കൊണ്ട് പോവുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ പോവാം. കുറച്ചുകൂടി സ്പീഡിൽ പോകുമല്ലോ എന്തായാലും. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് സമയം എടുക്കും. ബസ് പോകണം കേട്ടോ. ഇതൊരു ഭയങ്കര ഭംഗിയുണ്ട്. പോയി കണ്ണെത്താത്ത അത്രയും ദൂരത്തിലാണ് പാടം കിടക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴി, അതിലൂടെ ഒരു ബസ് നല്ല ലൈറ്റൊക്കെ ഇട്ട് പോകണത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ കാഴ്ചകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അതായത്
ഭയങ്കര ഒരു പ്രത്യേകമായൊരു ഫീലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. കാരണം ഒരു തിരക്കില്ല, ഒരു സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നമില്ല ഇവിടെ. ഇഷ്ടം പോലെ സ്ഥലം, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം, എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടികൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കണം ലാസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് പിന്നീട് വീടുകളായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട്, അറിയില്ല ഞാൻ അങ്ങോട്ട് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് യോഗ സെൻറ്റർ. അവിടെ ഭയങ്കര കാഴ്ചകളാണ്. കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് നിന്ന് ഇറങ്ങി വരാൻ തോന്നില്ല, അത്രയും കാഴ്ചകൾ അതിനകത്തുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്കത് നേരിട്ട് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അവിടെ ഒന്ന് കയറ്റാൻ അവർ സമ്മതിക്കില്ല. വളരെ സൈലൻറ്റ് പ്ലേസാണ്. അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ ഒരുപാട് ഭക്തർ. അപ്പോൾ അവരെ ശല്യപ്പെടുത്തരുതല്ലോ. ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. തുടങ്ങാൻ പോകുകയുണ്ടോ, ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തുടങ്ങും. ആളുകൾ അപ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് ജനമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാരിക്കേഡ് പോലെ വലിച്ച് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് കടത്തില്ല. അതിൻ്റെ ഇപ്പുറത്ത് നിന്നോളാം നമ്മളെല്ലാവരും. തുടങ്ങാൻ പോയുണ്ടോ. ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ആ ചന്ദ്രക്കലയിൽ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രക്കലയിൽ. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ലൈറ്റ് ഷോ തുടങ്ങിയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വിട്ടു, ഞാൻ പിടിച്ചു. ആ വിട്ടു. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked,
ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Lasted for years on end. Curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. Transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. State of yoga, many mysteries of the created and the uncreated cascaded upon
Adiyogi, reveling in ecstatic state, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman.
hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yoga Yogeshwaraya. ലേസർ ഉണ്ടായിരുന്നില്ല അന്ന്, ലേസർ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അന്ന്, അത് കാണാനല്ലോ ഇന്ന്. ഇല്ല, ഒരു ലേസർ ലൈറ്റ് ഓർക്കുന്നുണ്ട് മേളിലോട്ട് അടിച്ചാൽ. അതുണ്ടായിരുന്നു, അത് എന്നിട്ട് ലാസ്റ്റ് മേളിലോട്ട് നേരെ കറക്റ്റ് സെൻറ്ററിൽ വരുമായിരുന്നു. Namaskar. We are glad to announce that cultural offerings and audio Doordarshan will happen every day at 7 p.m. whenever the audio premises is open. கலை நிகழ்ச்சிகள் ஆதியோகி திவ்ய தரிசனமும் ஆதியோகி வளாகம் திறந்திருக்கும் அனைத்து நாட்களிலும் நடைபெறும். Namaskar. Those of you who have not visited Dhyanalingam in Visakhapatnam, Dhyanalingam would remain open until 8 p.m. இதுவரை தியானலிங்கம் தரிசனம் செய்யாதவர்கள் இப்பொழுது தரிசிக்கலாம். தியானலிங்கம் இரவு 8 மணிக்கு திறந்திருக்கும். ഇതാണ് ലൈറ്റ് ഷോട്ട് കഴിഞ്ഞു. അപ്പോൾ ലൈറ്റൊക്കെ പുറത്ത് മറ്റുള്ള ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ. അപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.